ഹലോ, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 3 മണി. എന്താണ് രാവിലെ 3 മണിക്ക് എണീറ്റതെന്നല്ലേ? ഇത് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ഫ്രഷായി കുളിച്ചു, വേഗം റെഡിയായി സ്റ്റേഷനിലെത്തി. ഉറക്കമില്ലെങ്കിലും സ്റ്റേഷനിൽ നേരത്തെ എത്തണമെന്നാണ്. എന്നിട്ട് പോസ്റ്റായിട്ട് അവിടെ ഇരിക്കണം. ചെന്നൈ സെൻട്രലാണ്. എന്താണെന്നറിയില്ല, എൻ്റെ പേരൻസിന് സ്റ്റേഷനിൽ പോസ്റ്റായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നിരുന്ന് മടുത്തപ്പം ഞാനൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വന്ദേ ഭാരത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം നിർത്തി വെച്ച് കാണുന്നത്. അല്ലെങ്കിൽ റോക്കറ്റ് പോലെ പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളാരെങ്കിലും കയറിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ കുറച്ച് നടന്നപ്പോഴാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് കണ്ടത്. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ട്രെയിൻ വന്നു. അങ്ങനെ വേഗം പോയി ട്രെയിനിൽ കയറി. അവിടെയും ഞങ്ങൾ തന്നെയാണ് ആദ്യം കയറിയത്. പിന്നെ ഡിന്നർ കഴിച്ചു. ഡിന്നറിന് ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സ്റ്റേഷൻ എത്താനായി. ഇത് ഞങ്ങളുടെ ഹോം ടൗണിലേക്കുള്ളൊരു ട്രിപ്പാണ്, സ്മോൾ കുട്ടി ട്രിപ്പ്. ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് അങ്കിൾ വന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഫൈനലി വി റീച്ച്ഡ് അവർ ഹോം ടൗൺ. എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രാവൽ വീഡിയോ. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷായി. ഞങ്ങളുടെ തറവാട് അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു. പ്രസാദമൊക്കെ കഴിച്ചു. ഒരു സൺകിസ്റ്റ് ഫോട്ടോ പിടിക്കാനുള്ള ശ്രമമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പുട്ടും ഗ്രീൻ പീസും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹാളിലൊരു കിളിക്കൂട് കണ്ടത്. അങ്ങനെ കിളികളുണ്ടോയെന്ന് നോക്കാനുള്ളൊരു ശ്രമമാണ്. എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. 2 കുഞ്ഞു കിളികളുണ്ടായിരുന്നു. കാരണം നല്ല രസമുള്ളൊരു കൂടല്ലേ. കിളിയുടെ അമ്മക്കിളി വന്നു എന്ന് വിചാരിച്ച് വാ തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ കിളികളെയൊക്കെ കണ്ടിട്ട് പിന്നെ ലഞ്ച് കഴിക്കാനിരുന്നു. ലഞ്ചിന് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലകാലമായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു ലഞ്ചായിരുന്നു. എൻ്റെ അച്ഛമ്മയുടെ സിസ്റ്ററിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വന്നു. എൻ്റെ അച്ഛമ്മയുടെ സിസ്റ്റേഴ്സും അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ എൻ്റെ അമ്മൂമ്മേനെ കാണാൻ പോയി. ഈ വീട്ടിലിരുന്ന് വ്ളോഗ് ചെയ്യുന്നത് രസമാണ്, പക്ഷേ പുറത്തുനിന്ന് വ്ളോഗ് ചെയ്യുന്നത് അത്ര നല്ല രസമല്ല. അങ്ങനെ ഫൈനലി ഡിന്നർ ഉണ്ടാക്കി. എല്ലാ റിലേറ്റീവ്സ് അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായൊരു ഡിന്നർ ഞാൻ തന്നെ ഉണ്ടാക്കി. ഈ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത്. അങ്ങനെ ഫൈനലി ഡിന്നർ കഴിച്ചു. ബ്രെഡ് ആൻഡ് എഗ് ബുർജി ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡേ അവസാനിച്ചു. Thank you so much for watching. Bye bye.